നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ബാച്ചിലർ ഓഫ് ഡിസൈൻ അഥവാ BDes കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് 2025-26 അപ്പോൾ 5 ക്യാമ്പസിലായിട്ടാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ആസാം, ഇങ്ങനെ 5 സെൻറ്ററിലാണ് സീറ്റുള്ളത്. അതിൽ 2 സ്റ്റേജ് ആയിട്ടാണ് എക്സാം. ആദ്യം ഒരു പ്രിലിമിനറി ഉണ്ടാവും, അതായത് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഡാറ്റിൻ്റെ പ്രിലിം ഉണ്ടാവും. അതിനുശേഷം പ്രിലിം ക്വാളിഫൈ ആവുന്നവർക്ക് ഒരു മെയിനും ഉണ്ടാവും. ഇങ്ങനെ 2 എക്സാം നടത്തിയിട്ടാണ് അഡ്മിഷൻ. ഇതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 3-ാം തീയതിയാണ്. ഡിസംബർ 3-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ്. പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സമയം തരും. എഡിറ്റ് ചെയ്യുന്നത് ഡിസംബർ 4 തുടങ്ങി ഡിസംബർ 9-ാം തീയതി വരെ, 9-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ്. പിന്നെ പ്രിലിമിനറിയുടെ അഡ്മിറ്റ് കാർഡ് 24-ാം തീയതി വരും. പ്രിലിമിനറിയുടെ എക്സാം ഉണ്ടാവുക ജനുവരി 5-ാം തീയതിയാണ്. റിസൾട്ട് വരിക ഏപ്രിൽ 1-ാം തീയതിയാണ്. അതിനുശേഷം മെയിൻ എക്സാം ഉണ്ടാവുക ഏപ്രിൽ 26 തുടങ്ങി മെയ് 4-നുള്ളിൽ ഏതെങ്കിലും ഡേറ്റിലാണ്. ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നാലെ വരികയുള്ളൂ. ഇപ്പം നിലവിൽ ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഇതിൽ ഏജ് ലിമിറ്റ് നോക്കാം. ഇതിനൊരു ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറി അതല്ലെങ്കിൽ EWS കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ജൂലൈ 1, 2004 അതിന് ശേഷമോ ജനിച്ചവരായിരിക്കണം. ഓൺ ഓർ ആഫ്റ്റർ ആണ്. ജൂലൈ 1, 2004 അതിന് ശേഷമോ ജനിച്ചവർ. നേരെ തിരിച്ച് OBC NCL കാറ്റഗറി ആണെങ്കിൽ ജൂലൈ 1, 2001 അതിന് ശേഷമോ. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ജൂലൈ 1, 1999 അതിന് ശേഷമോ. അതേപോലെ ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ ജൂലൈ 1, 2004 ശേഷവും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 2025-26 ഒന്നുകിൽ +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഈ വർഷം അപ്പിയർ ചെയ്യുന്ന കുട്ടിക്കും അപ്ലൈ ചെയ്യാം. പാസ്സാവണമെന്നല്ല, ഈ വർഷം അപ്പിയർ ചെയ്യുന്നവർക്കും മുമ്പ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം. ആ ഏജ് ശ്രദ്ധിച്ചാൽ മതി. ഇനി സീറ്റ് ഡീറ്റെയിൽ നോക്കാം. അഹമ്മദാബാദ് ടോട്ടൽ നമ്പർ 125 സീറ്റാണ്. ആന്ധ്രയിൽ 75 സീറ്റാണ്. ഹരിയാനയിൽ 75 സീറ്റാണ്. മധ്യപ്രദേശിൽ 75 സീറ്റാണ്. ആസാമിലും 75 സീറ്റാണ്. അതിൽ ജനറൽ EWSന് 10%. അതായത് അഹമ്മദാബാദിൽ 13, ആന്ധ്രയിൽ 8, ഹരിയാനയിൽ 8, മധ്യപ്രദേശിലും ആസാമിലൊക്കെ 8 വീതം. അപ്പോൾ ഞാൻ ആ സീറ്റിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. ഇതാ റിസർവേഷനും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ സീറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാ admission.nid.edu എന്ന് പറയുന്ന സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ പ്രോസസ്സ് നോക്കുക. സ്റ്റെപ്പ് നമ്പർ 1 സൈനപ്പ് അഥവാ രജിസ്ട്രേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ admission.nid.edu എന്നുള്ള സൈറ്റിൽ നിങ്ങളുടെ പേരും ബേസിക് ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റേർഡ് ഇമെയിലും മൊബൈലും ഒക്കെ കൊടുത്തുകൊണ്ട് പ്രൈമറി രജിസ്ട്രേഷൻ ചെയ്യുക. ഇനി സ്റ്റെപ്പ് നമ്പർ 2 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ആ സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിൽ എന്തൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോഗ്രാഫ്. ജനറൽ ആണെങ്കിലും EWS ആണെങ്കിലും NCL ആണെങ്കിലും ഒക്കെ എല്ലാവരും ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ എല്ലാവരും അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ജനറൽ കാറ്റഗറിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ OBC NCL, SC ആണെങ്കിൽ കമ്മ്യൂണിറ്റി അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ST ആണെങ്കിലും ട്രൈബ് അഥവാ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഏതാണോ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ താലൂക്കിൽ നിന്ന് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കുക. ജനറൽ ആണെങ്കിലും EWS ആണെങ്കിലും OBC ആണെങ്കിലും 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇതിലൊരു രജിസ്ട്രേഷൻ ഫീയും റീഫണ്ടബിൾ അല്ല, നോൺ റീഫണ്ടബിൾ ആണ്. SC ST അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അതേപോലെ ഏത് ഡിസബിലിറ്റിയും SC അല്ലെങ്കിൽ ST ഡിസബിലിറ്റി, അപ്പോൾ ഡിസബിലിറ്റി ഉള്ളവരും SC ST കമ്മ്യൂണിറ്റിയും ഒക്കെ 1500 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓവർസീസ് കാൻഡിഡേറ്റ് 5000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇതിൽ പ്രിലിമിനറി നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കേരളത്തിൽ 2 സെൻറ്ററാണ്. ഒന്ന് തിരുവനന്തപുരവും 2 കൊച്ചിയും. ഈ 2 സ്ഥലത്ത് കേരളത്തിൽ സെൻറ്ററുണ്ട്. ഇതിൽ ഫീസ് ശ്രദ്ധിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് അല്ലെങ്കിൽ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവൂ. ഫീസ് കമ്പാരിറ്റീവ്ലി ഒരു ഹൈ ഫീസാണ്. ഇതിൽ നോക്കുക 8 സെമസ്റ്റർ ആയിട്ടാണ്. അതിൽ സെമസ്റ്റർ 1 2025-26 സെമസ്റ്റർ 1-ന് 2,26,900 രൂപയാണ്. സെമസ്റ്റർ 2-ൽ 2,25,500 രൂപയാണ്. അപ്പോൾ ഓരോ സെമസ്റ്ററിൽ നോക്കുക 2,25,26 അടുത്താണ് അതിൻ്റെ ഫീസ് പോവുക. 8ാമത്തെ സെമസ്റ്ററിൽ മാത്രമാണ് ഒരു കുറവുണ്ടാകുക, 2,15,000 രൂപ. അപ്പോൾ ഓരോ സെമസ്റ്ററിനും ഫീ നോക്കുക 2 ലക്ഷത്തിനടുത്താണ് ഫീ വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫീസ് ശ്രദ്ധിച്ചിട്ടേ അപ്ലൈ ചെയ്യാവൂ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.